ഞങ്ങള് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞു, ഒരു എക്സ്റ്റംപററി പ്രയർ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു, അല്ലാതെ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. നമ്മളവിടെ ശുശ്രൂഷയൊന്നും നടത്താനല്ലല്ലോ പോയത്. നമ്മൾ ഒരു പ്രമേയം വായിച്ച് സാധാരണ പോലെ പ്രാർത്ഥിക്കും, അത് ചെയ്യാറുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ നമ്മൾ പ്രാർത്ഥനകളൊന്നും നടത്താൻ പാടില്ല, ഒരു എക്സ്റ്റംപററി പ്രയർ പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അതേ പറഞ്ഞുള്ളൂ. അപ്പം അച്ഛൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അപ്പം അന്നേരം നമ്മുടെ ശങ്കരത്തിൽ അച്ഛനെ പറഞ്ഞു, ഞങ്ങളും എല്ലായിടത്തൊക്കെ പോകുന്നവരാണ്, നമ്മളും എവിടെയെല്ലാം പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ പള്ളിയിൽ ഒരു കല്യാണം ഉറപ്പുണ്ടായിരുന്നു. അത് മർത്തോമായി എന്നായിരുന്നു. മർത്തോമായിലെ 4-5 അച്ഛന്മാരുണ്ടായിരുന്നു. എല്ലാ പ്രാർത്ഥനയും നമ്മൾ അവരെ കൊണ്ടാണ് ചൊല്ലിച്ചത്. കൗമായിട്ടത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്ത്, ബാക്കി എല്ലാം അവരെ കൊണ്ടാണ് ചെയ്യിച്ചത്. നമ്മൾ വരുന്നവരെ ആദരിക്കാറുണ്ട്. അപ്പം നമ്മൾ ചെന്നിട്ട് അച്ഛനൊരു ഇന്നടത്തുനിന്ന് വന്നിട്ടുണ്ട്, അല്ലെ ഇന്ന പള്ളിയിൽ നിന്നാണ് അച്ഛന്മാർ വന്നിട്ടുണ്ട്, അവർ പ്രാർത്ഥിക്കുക എന്നൊന്നും ഒരു ഇൻട്രൊഡക്ഷൻ പോലും അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിന്നു. അച്ഛൻ വന്ന് പറഞ്ഞു, എങ്കിൽ ടെമ്പററി പ്രയർ, വാചാ പ്രാർത്ഥന മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അതാ സംഭവം. ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒരു വാചാ പ്രാർത്ഥന അച്ഛൻ ശങ്കരത്തിൽ അച്ഛൻ നടത്തി, ഞാൻ ആശീർവാദം പറഞ്ഞ് ഞങ്ങൾ ഇനി ഇറങ്ങി പോകുന്നു. അല്ല വേറെ ഒരു അനുശോചനം പോലും പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അച്ഛനൊരു വാക്ക് നന്ദിയും പറഞ്ഞില്ല. നമ്മൾ സജി അവിടെ നിന്ന് ഇത്ര നാൾ അപ്പച്ചനെ നോക്കിയതൊക്കെ അല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ പോയത്, നമ്മൾ പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നമൊന്നും അല്ല. പക്ഷെ നമുക്കതൊരു നമ്മളെ ഒരു അപമാനിക്കുന്നില്ലയോ ഇല്ലയോ. അവിടെ ലൈവെല്ലാം ഉണ്ട്. നമ്മൾ വരുന്നവരെ, നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ മറ്റൊരു അച്ഛൻ വന്നാൽ പ്രാർത്ഥിക്കണം നമ്മൾ പറയും. എത്രയോ അടുത്ത് നടക്കുന്നു. പെന്തിക്കോസിൽ പോലും മരിച്ചു കിടക്കുന്നിടത്ത് നമ്മൾ പോയി നമ്മുടെ ശുശ്രൂഷ നടത്തി, എനിക്കറിയാം, ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മളോട് അതുപോലെ എളുപ്പമുള്ള വീടാണെങ്കിൽ, എന്തൊക്കെ ഉള്ളവരാണെങ്കിൽ നടത്തിയിട്ടുണ്ട്. മർത്തമായാലും കത്തോലിക്കലായാലും എവിടെ ആയാലും നമ്മൾ പോകുന്നുണ്ടെ ശുശ്രൂഷകളുടെ പൂർണ്ണമായിട്ടല്ലെങ്കിലും പ്രമേയമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ മക്കളിനൊപ്പമൊക്കെ ചൊല്ലാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യം. അപ്പം അതൊന്നും വേണ്ട, ഒരു വാചാപ്രാർത്ഥന മാത്രം നടത്തിയിട്ട് പൊക്കോന്നൊക്കെ കർശനമായിട്ട് അച്ഛനങ്ങ് പറഞ്ഞപ്പോൾ നമുക്കതൊരു പ്രയാസം തോന്നിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നത്തില്. ഇതിൽ കാണുന്ന വൈദികർ തുമ്പമൺ ഭദ്രാസനത്തിലെ സീനിയർ വൈദികരാണ്. ഈ പ്രാർത്ഥന വിലക്കുന്ന മാർത്തോമ അച്ഛന്റെ പ്രായത്തിൽ കൂടുതൽ കാണും ആ അച്ഛന്മാരുടെ ശുശ്രൂഷാകാലം. ഓർത്തഡോക്സ് സഭയിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്ന മക്കളുടെ ഭവനങ്ങളിലായാലും, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഇതര സഭകളിലേക്ക് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്ന മക്കളുടെ ഭവനങ്ങളിലായാലും, മരണമോ വിവാഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ ഉണ്ടാകുന്ന സമയങ്ങളിൽ കുടുംബാംഗങ്ങൾ അവരുടെ വികാരി അച്ഛനെയും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈദികരെയും അറിയിക്കുന്ന ഒരു നല്ല ശൈലി എല്ലാ ക്രൈസ്തവ വിശ്വാസികളിലും നിലനിൽക്കുന്നുണ്ട്. അതറിഞ്ഞാൽ ഏത് സഭയിലെ വൈദികരായാലും കഴിവതും ആ ഭവനത്തിൽ എത്തിച്ചേരുകയും ശുശ്രൂഷകൾ നിർവഹിക്കുകയും ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും ആ കുടുംബത്തോടൊപ്പം പങ്കുചേരുകയും ചെയ്യാറുണ്ട്. ഭവനത്തിൽ ആര് വിളിക്കണം, ആര് വരണം, ആര് വരേണ്ടതില്ല എന്നതൊക്കെ ആ ഭവനത്തിലെ ഗൃഹനാഥനും കുടുംബാംഗങ്ങളും തീരുമാനിക്കേണ്ട കാര്യമാണ്. അതേസമയം ഇടവകയിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകളിൽ ആര് സംസാരിക്കണം, ആര് പ്രാർത്ഥനകൾ ചൊല്ലണം എന്നതെല്ലാം ഇടവക വികാരിയുടെ മാത്രം തീരുമാനമാണ്. അതിൽ സംശയമില്ല. ഓർത്തഡോക്സ് സഭയിലെ തന്നെ മക്കളുടെ ഭവനങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സഭ ഉൾപ്പെടെ വിവിധ സഭകളിലെ വിശ്വാസികൾ ദുഃഖ സമയങ്ങളിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥനകളും ആശ്വാസവാക്കുകളും പറഞ്ഞു മടങ്ങുന്ന പതിവ് നിലവിലുണ്ടെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ക്രൈസ്തവ സഭ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന അനേകം വിശ്വാസികളുടെ ഇടയിൽ ചില വൈദികരും ചില പിതാക്കന്മാരും കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തന ശൈലികൾ ക്രൈസ്തവ ഐക്യത്തെ ദുർബലപ്പെടുത്തും. അത് ഗൗരവത്തോടെ ചിന്തിക്കപ്പെടേണ്ട വിഷയമാണ്. ഒരിടത്ത് ക്രൈസ്തവ സഭയുടെ ഐക്യത്തിനായി പരിശ്രമിക്കുമ്പോൾ അതിനെ തകർക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ കുറച്ചുപേർ സ്വീകരിക്കുന്നുവെങ്കിൽ അതിന്റെ അപകടം ക്രൈസ്തവ സമൂഹത്തെ ക്രമേണ വേട്ടയാടും. ഐക്യമില്ലാത്ത ഒരു സമൂഹമായി ക്രൈസ്തവരെ ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും പൊതുസമൂഹത്തിനും ഇന്ന് വ്യക്തമായി തോന്നുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൈദികന്റെ പ്രവർത്തന ശൈലിയെ തുടർന്ന് ആ കുടുംബാംഗങ്ങൾ നേരിടേണ്ടി വന്ന മാനസിക വേദനയും മനോവിഷമവും അവഗണിക്കാൻ പാടില്ല. കഴിഞ്ഞ മാസം ഓർത്തഡോക്സ് സഭയിലെ അടൂർ ഭദ്രാസനത്തിലെ 4 വൈദികരെ കോർ എപ്പിസ്കോപ്പമാരാക്കാനുള്ള പട്ടം കൊടയിൽ അടൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത അപ്രയം തിരുമേനി ഏവൻ കേലിയോൻ വായിച്ചതിനു ശേഷം
ആ ഏവൻഗേലിയോൻ മേശയ്ക്ക് പിന്നിൽ നിന്ന് പ്രസംഗിക്കാൻ മാർത്തോമ സഭയുടെ കൊട്ടാരക്കര ഭദ്രാസന എപ്പിസ്കോപ്പ തീത്തോസ് തിരുമേനിക്ക് അവസരം നൽകിയത് മാർത്തോമ സഭക്കാർ മറക്കരുത്. എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന ഒറ്റ ഉദ്ദേശശുദ്ധി മാത്രമേ അപ്രയം തിരുമേനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനായി അദ്ദേഹത്തിന് ഒരുപാട് വിമർശനവും പഴിയും കേൾക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഒരു മാർത്തോമ വൈദികന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വിവേചനമുണ്ടായത്. ലജ്ജിച്ച് തല കുനിഞ്ഞുപോയി. പാപ്പരത്വം എന്നേ പറയുവാനുള്ളൂ.